ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നതിൽ അർത്ഥമല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണിത്. പക്ഷെ നമ്മൾ ഇങ്ങനെ അങ്കണവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടും കൂടിയാണ് സെറീന സി അടക്കമുള്ള വേദിയിലുള്ള സ്ഥാനിക കമ്മിറ്റി ചെയർമാൻമാർ. ഞാൻ കരുതിയത് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ ആളുകൾ പോകുമെന്ന്. ആകർഷണീയമായ ഒരു സ്മാർട്ട് കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വിവരം കിട്ടണം, അത് സുതാര്യമായിരിക്കും. അത്തരം കാര്യങ്ങൾ ഫണ്ടുകളാണ് പല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളത്. മുനീർ മാഷ്, മറ്റേ അന്നത്തെ മെമ്പർമാർ സത്യത്തിൽ എത്ര പുണ്യം ചെയ്തവരാണ്. സന്തോഷമായ നാടിന്റെ ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ അങ്കണവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റു ഇതുപോലെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലും ഒക്കെ അല്ലെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിനല്ല നമുക്ക് പണിയുള്ളത്. ആ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവിടെ സ്ഥലമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക. പലപ്പോഴും ജില്ലാ പഞ്ചായത്ത് ഇതുപോലെ അങ്കണവാടി കെട്ടിടം ഉണ്ടാക്കാനൊക്കെ തുക മാറ്റിവെക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഇതുപോലെ പാർട്ടിയുടെ പ്രതിനിധികളോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ മെമ്പറൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് വാർഷിക പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു അങ്കണവാടി ഉണ്ട്, വാടക കെട്ടിടത്തിലാണ്, നിങ്ങൾ ഫണ്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് 15 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ നമ്മൾ മാറ്റിവെക്കുമ്പോഴും ഒരു വർഷം പിന്നിട്ട് നമ്മളത് നിരന്തരം എമാരുടെ അല്ലെങ്കിൽ എക്സിമാർ ഈ ഉൾപ്പെടെയുള്ള മോണിറ്ററിംഗ് ഞങ്ങൾ ചെയ്യുമ്പോൾ പലതിനും സ്ഥലം ലഭ്യമാകാതെ പിന്നീട് ആ പ്രോജക്റ്റ് മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ അത് ഒഴിവാക്കി മറ്റൊരു പ്രോജക്റ്റിലേക്ക് ആ തുക വകയിരുത്തേണ്ട ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാവാം, ബ്ലോക്ക് പഞ്ചായത്തിലും ഉണ്ടാവാം, ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഒരു 4.5 സെന്റ് ഭൂമി അല്ലെങ്കിൽ ഒരു 5 സെന്റ് ഭൂമി സൗജന്യമായി കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് ഉള്ള വ്യക്തികൾ ആ പ്രദേശത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ആനക്കയം ഡിവിഷനിലാണ്. എന്റെ ഡിവിഷനില് ആനക്കയം ഗ്രാമപഞ്ചായത്തുണ്ട്, കൂട്ടിലങ്ങാടിയുണ്ട്, മങ്കടയുണ്ട്, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത്. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഇതുപോലെ ഭരണസമിതി വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയൊരു വാഗ്ദാനമായിരുന്നു സ്വന്തമായി ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആ ഒരു ഗ്രാമപഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്നത്. അവിടെ ഒരു മോഹനൻ മാഷ് എന്ന് പറയുന്ന ഒരു നല്ല മനസ്സുള്ള വ്യക്തി 20 സെന്റ് ഭൂമി സൗജന്യമായി കൊടുത്ത ആ ചടങ്ങിലേക്ക്, ആ ആധാര കൈമാറ്റ ചടങ്ങിലേക്ക് എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചത് വേറൊന്നുമല്ല, ആധാരം തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവിടേക്ക് ആ ബഡ്സ് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് കയറിയപ്പോ അവിടെ അതിമനോഹരമായ ഒരു ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കണം. അതിന് ജില്ലാ പഞ്ചായത്തിന്റെ സഹായം വേണം. ഏകദേശം 1 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിമനോഹരമായ ഒരു ബഡ്സ് അവിടെ യാഥാർത്ഥ്യമാക്കി. ഒരു 6 മാസം മുമ്പേ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങൾ ഓരോ പ്രദേശത്ത് ഉണ്ടാവുമ്പോഴാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മത്സരിക്കുന്ന സമയത്ത് മെമ്പറാവാൻ പോകുന്ന ആളുകൾ കുറെ വാഗ്ദാനങ്ങൾ, ഒരു പാർട്ടി വാഗ്ദാനങ്ങൾ നൽകും, മെമ്പർ വാഗ്ദാനം നൽകും. ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുമ്പോൾ. സ്ഥലം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്ന പ്രിയപ്പെട്ട ബാപ്പുട്ടി ഹാജി തുടങ്ങിയ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അതിനേക്കാൾ അപ്പുറം ഈ പ്രദേശത്തെ ഇതിനെ ഒരു മഹോത്സവമാക്കി മാറ്റിയ, വലിയ ഒരു പരിപാടിയാക്കി മാറ്റി ഇതിനൊരു ഉത്സവ പ്രതീതിയിലേക്ക് അതിമനോഹരമായി പരിപാടിയെ മാറ്റി തീർത്തിട്ടുള്ള നാട്ടുകാര്, ജനങ്ങള്, ജനപ്രതിനിധികള്, പ്രിയമുള്ളവര്, ഈ അംഗനവാടി ഇവിടെ വരുന്നതിന്റെ തുടക്കം മുതലേ ഇതിന് കാരണക്കാരായിട്ടുള്ള 2 വാർഡിന്റെയും പ്രഗത്ഭരായിട്ടുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റ് സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഉണ്ട്. ഞാൻ ഇനി ആരുടെയും പേര് പരാമർശിച്ച് സമയം കളയുന്നില്ല. പ്രിയപ്പെട്ട നാട്ടുകാര്, സുഹൃത്തുക്കള്, സഹോദരങ്ങള്, ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ജനപ്രതിയായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. അത് വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കൊക്കെ ഡിവിഷൻ മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാരൊക്കെ ഒരാളാണ് ഉണ്ടായിരിക്കുക. ഞങ്ങളടുത്ത് ആര് വന്ന് ഏത് വികസന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആരന്വേഷിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ വന്ന ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് മറക്കാത്ത രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതിൽ യാതൊരു മടിയും ഇല്ല എന്ന് തന്നെ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
അത് പറയുമ്പോൾ ഇവിടെ സ്വാഗതത്തിൽ വളരെ വ്യക്തമായിട്ട് റഫീഖ് സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഒരു അംഗനവാടി സ്മാർട്ടാക്കുക എന്നുള്ളത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്ന്. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ മത്സരിച്ച് ജയിച്ചു വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് വാർഡുകളിലും ഇപ്പൊ വാർഡ് മെമ്പർമാരെ പോലെ ഞങ്ങൾ സജീവമായിട്ട് വാർഡിനകത്ത് കാണാൻ സാധ്യമല്ലെങ്കിലും നിങ്ങൾ വിളിക്കുന്ന പരിപാടികൾക്കും നിങ്ങൾ പറയുന്ന ഇടങ്ങളിലേക്കൊക്കെ വരാൻ ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ തയ്യാറാവാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെയാണ് പലപ്പോഴും ഈ കളത്തിങ്ങൽ പാറ അംഗനവാടി വാടക കെട്ടിടത്തിലാണെന്നും ഇതിനെ ഒരു ബിൽഡിംഗ് അനുവദിച്ച് തരാൻ ജില്ലാ പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റടിക്ക് പറയുന്ന മറുപടി അത് അതിന്റെ പ്രൊസീജിയറിലൂടെ വരട്ടെ, നമുക്ക് ആലോചിക്കാം, നമുക്ക് ചെയ്യാം. ആദ്യം അതിന് സ്ഥലം വേണമല്ലോ. സ്ഥലം എന്നുള്ളത് ഇതിനൊരു ഗൗരവമേറിയ വിഷയമാണ്. സ്ഥലം ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എളുപ്പം അത് പറയാൻ കഴിയും. സ്ഥലം വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞ സമയത്താണ് ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്, ഇവിടെ മുജീബ് ഉണ്ട്, കെ മുജീബ്, അതുപോലെ ഒരു സിദ്ദീഖും കൂടെ ഉണ്ട്, എന്റെ മുമ്പത്തെ സിദ്ദീഖ്. ഇവര് രണ്ടുപേരും കൂടി ഒരിക്കൽ എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14-ാം വാർഡിലെ ഈ 143-ാം അംഗനവാടി ഒന്ന് പറിച്ചു നടാൻ ഒരു സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി തന്നാൽ ഒരു ബിൽഡിംഗ് വെക്കാൻ പണം തരുമോ? സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവര് ഇത്ര പെട്ടെന്ന് സ്ഥലവുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ആലോചിക്കാം. എന്നിട്ട് അന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞാപ്പു അജിയും മെമ്പർ ആയിട്ടുണ്ടോ എന്നറിയില്ല, ഹനീഫക്ക ആച്ചാട്ടിൽ ഹനീഫ മൂന്നിയൊരു മെമ്പർ ആയിട്ടുണ്ടോ, മുൻ മെമ്പർ ആയിട്ടുള്ള ഹനീഫക്കയും അവരടുത്ത് ഞാൻ പറഞ്ഞു, ഇവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നെ റഫീഖ് മെമ്പർ ആയിരിക്കുന്ന അവര് അടങ്ങുന്ന ഒരു സംഘം വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം വാങ്ങി തന്നാൽ നമുക്ക് ആലോചിക്കാം എന്നാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനും കാര്യങ്ങൾ. കാരണം സ്ഥലം കിട്ടൂല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഞാൻ അങ്ങേ അറ്റത്തുള്ള ഒരാളാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാധ്യതകളെ കുറിച്ച് പറയേണ്ടത് ഞാൻ നേരത്തെ ആമുഖമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു സംവിധാനവും അതുപോലെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ആളുകളും ചേർന്നിട്ടാണ് നമുക്കിത് ഫൈനലാക്കി തരേണ്ടത്. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് നോക്കാൻ സ്ഥലം തരാൻ അങ്ങനെ ആരെങ്കിലും തയ്യാറാണെങ്കിൽ. അപ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ ബാപ്പുട്ടി അജി വിളിച്ചിട്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലേ, ഞാനിങ്ങനെ ഒരു 4-4.5 സെന്റ് സ്ഥലം തയ്യാറാണ്, എനിക്കൊരു കണ്ടീഷനാണുള്ളത്. ആ കണ്ടീഷൻ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അംഗനവാടിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് പണി തീർത്ത് കുട്ടികൾ അതിനകത്ത് കയറ്റിയിരുത്താൻ പറ്റുന്ന തരത്തിൽ ഫണ്ട് നൽകി നിങ്ങൾ അത് പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു തരികയാണെങ്കിൽ ഞാൻ സ്ഥലം അനുവദിച്ചു തരാൻ തയ്യാറാണെന്ന് ഞാൻ റഫീഖിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഫണ്ട് വെച്ച് പൂർത്തീകരിക്കുന്ന കാര്യം ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റു. പ്രത്യേകിച്ച് ഞാൻ എന്റെ പ്രസിഡന്റിനെ ഇരുത്തിക്കൊണ്ട് പറയാണ്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഇനിയിപ്പോ 1 കോടി ഫണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രസിഡന്റ് അത് അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് നൽകാൻ തയ്യാറാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് മറ്റ് ഇരുത്തി പോക്കി പറയുമെന്നല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ഘാടനത്തിന്റെ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ കാരണം. സാധാരണ പ്രസിഡന്റ് ഞങ്ങളോട് പറയാറുള്ളത്, ഇത്തരം ഉദ്ഘാടനങ്ങൾ നിങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ അല്ലേ നിങ്ങൾ അങ്ങ് നടത്തിക്കോളി, കാരണം നിങ്ങൾക്കും വേണ്ട അവസരം. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്, ഇത്തരം ഡിവിഷനുകളിലൊക്കെ ഉള്ളത് നിങ്ങൾ നടത്തിക്കോ, എന്നെ വിളിക്കണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ഞാനത് നിങ്ങളുടെ ഡേറ്റിനനുസരിച്ച് ഞങ്ങൾ വെക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും വൈസിനോടും കൂടി ഡേറ്റ് ആരാഞ്ഞതിന് ശേഷം ഫൈനൽ ആക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രസിഡന്റിനെ കാത്തിരിക്കാൻ കാരണം ഇത് ഞങ്ങളുടെയും കൂടി ഒരു സ്വപ്നമാണ്. മലപ്പുറം ജില്ലക്കകത്ത് സ്ഥലം അനുവദിച്ച് കിട്ടുന്നിടത്ത് നിന്ന് മാതൃകാപരമായിട്ടുള്ള അംഗനവാടികൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി വലിയൊരു സ്വപ്നമാണ് എന്നുള്ളത് കൊണ്ടും പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റും അടങ്ങുന്ന ഞങ്ങളുടെ ഭരണസമിതിക്ക് ഇത് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് ഏറ്റെടുത്ത്. എന്നാൽ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എവിടെയൊക്കെ അംഗനവാടി ഇപ്പൊ പലയിടത്തും മെമ്പർമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും സമർത്ഥരാണ്. 3 പഞ്ചായത്തിന്റെ മെമ്പർമാർ ഇവിടെ ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ സാമർത്ഥ്യമുള്ളവരാണ്.